ഡിയേഴ്സ്, അപ്പോൾ എല്ലാവർക്കും അറിയുന്ന ഒരു വിഭവമാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞങ്ങളുടെയൊക്കെ മോസ്റ്റ് ഫേവറേറ്റുമാണ്. അതേപോലെ തന്നെ ഈ അടുത്ത കാലത്ത് ഞങ്ങൾ ട്രൈ ചെയ്യുന്നൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അത് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന, ആർക്കും ഇഷ്ടമല്ലാത്ത ആ ഒരു കാബേജ് വെച്ചിട്ട് എല്ലാവർക്കും ഇഷ്ടമുണ്ടോ ഇല്ലേന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ വീട്ടിൽ ഭൂരിഭാഗം പേർക്കും കാബേജ് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞങ്ങൾ ഈ ഒരു ഐറ്റം ആയിട്ട് ഉണ്ടാക്കുമ്പോൾ എല്ലാവരും കഴിക്കൂട്ടോ. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഒരു ഹാഫ് പീസ് ഈ കാബേജാണ് എടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഫ്രിഡ്ജിൽ കുറച്ച് കിടന്നതാണ്, അതുകൊണ്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാനുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് പച്ചമുളക് കൂടിയും വാഷ് ചെയ്തെടുക്കണം. വെറും കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് കേട്ടോ നമ്മളിതിലേക്ക് യൂസ് ചെയ്യുന്നത്. ഒരു പീസ് ഇഞ്ചി കൂടി ഇങ്ങനെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറേ ലാഗ് ചെയ്യാണ്ട് വേഗം റെസിപ്പിയിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഇൻട്രോ സോങ് ഒക്കെ ഒഴിവാക്കിയിട്ടുള്ളത്. ഇനി ഇതൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ജസ്റ്റ് ഈ ഒരു ഫുൾ പീസ് എടുക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അരിഞ്ഞ് വന്നപ്പോൾ എനിക്ക് തോന്നി മക്കളൊക്കെ അത്യാവശ്യം നല്ലോണം കഴിക്കുന്ന കൂട്ടരാണ്. ഈ ഒരു ഐറ്റം നല്ലോണം കഴിക്കും. അതുകൊണ്ട് ഞാൻ അത് ഫുൾ അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. നമ്മൾ കട്ടിയില്ലാണ്ട് നല്ല നൈസായിട്ട് അങ്ങനെയൊന്നും അരിയണ്ട. സാധാരണ നമ്മൾ കാബേജ് തോരനൊക്കെ അരിയുന്ന പോലെ തന്നെ അരിഞ്ഞെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളിതെല്ലാം കുനുകുന അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. കൈ കൊണ്ട് തന്നെയാണ്, ചോപ്പർ കൊണ്ടൊന്നും അല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഇത് അത്യാവശ്യം നിറയെ ഉണ്ട്. നമ്മളൊരു വീട്ടിൽ ഒരു ദിവസം വെക്കുന്ന തോരൻ്റെ അത്രയുണ്ട് കേട്ടോ. പക്ഷേ പ്രശ്നമല്ല, ഇത് നമുക്കൊരു നേരത്തിന് കൂടിയും ഈ ഒരു സ്നാക്ക് ഉണ്ടാവില്ല. കാരണം എല്ലാവരും കട്ട ഫാൻസാണ്. അതിനുശേഷം നമ്മൾ ഒരു ഇഞ്ചി പീസ് കൂടിയും ഇതേപോലെ കുനുകുന അരിഞ്ഞിട്ടുണ്ട്. അത്ര കുനുകുനൊന്നും ആയിട്ടില്ല കേട്ടോ, അതൊന്നും പ്രശ്നമില്ല. പിന്നെ നമ്മൾ പച്ചമുളക് എരിവിന് വേണ്ടിയിട്ടുള്ളത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ട് ഞാനൊരു 8 എടുത്തിട്ടുണ്ട്. നമുക്ക് എരിവ് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ഇടുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇട്ടാൽ തന്നെ നമ്മുടെ ഒരു മിക്സിങ് പ്രോസസ്സാണ് ഇനി വേണ്ടത്. ഇതെല്ലാം എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ എത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ ഈ മാവ് എടുത്തിട്ട് അങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ എല്ലാ സംഭവങ്ങളും എല്ലായിടത്തും എത്തൂല. പിന്നെ നമ്മളൊരു സാധനം കൂടി മറന്നിട്ടുണ്ട്, കറിവേപ്പിലയാണ് കേട്ടോ. അതിന്മേൽ കുത്തും പുളിയൊക്കെ എക്സ്ട്രാ ഉണ്ട്, നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയതാണ്. പക്ഷേ വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ പൊടിയൊക്കെ പറ്റിയിട്ട് ആയിപ്പോയതാണ് കേട്ടോ ഇങ്ങനെ ഈ ഒരു കറി ലീവ്സ്. അപ്പോൾ എന്തായാലും അത് നന്നായിട്ട് കുനുകുന അരിഞ്ഞ് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു നേരത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിയില കൂടി ഇട്ട് കൊടുക്കുക, ആവശ്യമൊന്നുമില്ല. എങ്ങനെയായാലും ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതിലേക്ക് നട്ട് മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് കറക്റ്റ് കണക്ക് പറയാൻ കഴിയൂല, നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ചാണ്. അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പിഞ്ച് സോഡാ പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ബേക്കിംഗ് സോഡയാണ്. അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളമാക്കിയിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കുക. എന്നിട്ട് ഈ മാവ് ഒക്കെ ഒന്ന് കൂടി കിട്ടുന്ന ഒരു പരുവാകുമ്പോൾ തന്നെ നമുക്ക് നിർത്തി വെക്കാം. പിന്നെ കുറച്ചുകൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊരു മിക്സിങ്ങിനായിട്ട് കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ, പരുവത്തിൽ കിട്ടിയിട്ടില്ല, വേറിട്ട് ഇങ്ങനെ നിന്നതുകൊണ്ട്. അപ്പം ഇങ്ങനെയാണ് കേട്ടോ നമുക്ക് കിട്ടേണ്ടത്. കുറേ മാവും ആവരുത്, എന്നാൽ ഈ മാവ് കൊണ്ട് ഈ ഒരു കാബേജുകളൊക്കെ ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ട് നിൽക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ഐറ്റമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരിത്തിരി മഞ്ഞൾപ്പൊടിയോ അല്ലെങ്കിൽ മഞ്ഞ കളറോ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക, വേണമെങ്കിൽ മാത്രം കേട്ടോ. ചിലർ ഇതിൽ നമ്മുടെ ചിക്കൻ മസാല പൊടി ഇട്ട് കൊടുക്കും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അത് പ്ലെയിനായിട്ട് കഴിക്കുമ്പോഴാണ് കേട്ടോ ഇവിടെ എല്ലാവർക്കും ഒന്നുകൂടി ഇഷ്ടം. എന്നാൽ നമ്മൾ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. എപ്പോഴാണെങ്കിലും ഈ പൊരിക്കടികളൊക്കെ ഉണ്ടാക്കാൻ കംഫർട്ട് ഇരുമ്പിൻ്റെ ചട്ടി തന്നെയാണ്. എന്നിട്ട് കൈയൊന്ന് നനച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ അതിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ നമ്മൾ പൊക്കവടയുടെ അതേ ഒരു പരുവത്തിൽ ഇങ്ങനെ നുറുക്കിയാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ തീ ഓവറാവാനും പാടില്ല, അതേപോലെ തന്നെ ലോ ആവാനും പാടില്ല. മീഡിയത്തിലിട്ട് ആദ്യം എണ്ണ നന്നായിട്ട് ചൂടാക്കുക, അതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ നമ്മൾ പൊരിച്ചെടുക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ കുറച്ച് ഓയിലെടുത്തിട്ട് കുറേ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് വീണ്ടും വീണ്ടും കുറേ ഓയിൽ ആവശ്യമായിട്ട് വരും. ഇത് സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ നമ്മൾ കുറേ ഓയിലെടുത്തിട്ട് കുറച്ചിട്ട് പൊരിച്ചാൽ ഓയിൽ അധികം കുടിക്കൂല കേട്ടോ. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം, നിങ്ങൾ മൈദപ്പൊടി ആഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിൽ കടലപ്പൊടി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അരിപ്പൊടി ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂണ് നിങ്ങൾക്ക് അത് ഇട്ട് കൊടുത്താൽ ഒന്നുകൂടി അടിപൊളിയായിട്ട് കിട്ടും. എൻ്റെ കയ്യിലുള്ളത് വെച്ചിട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് സംഭവമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിങ്ങനെ മൊരിയിച്ചെടുക്കുക. ഇത് പിന്നെ ഒരു നല്ല ബ്രൗൺ ആയി കിട്ടാൻ കുറച്ച് പണിയാണ്. പിന്നെ നമ്മളിതിലേക്ക് കളറൊന്നും ആഡ് ചെയ്യാത്തതുകൊണ്ട് ഈ ഒരു കളറിലാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. നമ്മളിതിങ്ങനെ ഓരോ പാത്രത്തിലോട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുകയാണ്. നല്ലവണ്ണം എണ്ണ ഊറ്റിയെടുത്തിട്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഷെയ്ഡിൽ കിട്ടിയിട്ടുണ്ട്, കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ്. കാബേജ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വേവും ചെയ്യും. നമ്മൾ അടുത്ത വാക്കിട്ടപ്പോഴേക്ക് ഒരിത്തിരി മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കളർ നിങ്ങൾക്ക് ഷോ ചെയ്യാനും വേണ്ടിയിട്ട്, നിങ്ങൾക്ക് കാണിക്കാനും വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു മഞ്ഞ കളർ വേണമെന്ന് തോന്നിയിട്ടാണ് കേട്ടോ. ഈ ഒരു ഇതല്ല
അതിൻ്റെ ശേഷമുള്ളത്. പിന്നെ ഒരു പ്രത്യേകത, നിങ്ങൾ എൻ്റെ ഈ ഒരു പാത്രത്തിലോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. നമ്മളിതിന് മുമ്പ് ഇട്ടതൊന്നും ഇതിൽ കാണുന്നില്ല. അപ്പോൾ നമ്മളെ മക്കളൊക്കെ ഫേവറേറ്റാന്ന് പറയുന്നതിന് ഏറ്റവും ഉദാഹരണം അതാണ്. ഇവരിങ്ങനെ ഇട്ടതൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചൂടാന്ന് കൂടി നോക്കാതെയാണ് എടുത്തുകൊണ്ട് പോകുന്നത്. ഇപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കേബേജ് വട റെഡി ആയിട്ടുണ്ട്. ഈ ഒരു റമദാൻ മാസമൊക്കെ വരികയല്ലേ, അപ്പോൾ നോമ്പ് തുറക്കായാലും അല്ലെങ്കിൽ വീട്ടിൽ വെറുതെ സ്നാക്ക് ഐറ്റമായിട്ട് കേബേജൊക്കെ വെറുതെ കിടക്കുന്നുണ്ടെങ്കിലൊക്കെ ഇത് ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഞാൻ ഗ്യാരണ്ടീഡാണ്, നിങ്ങൾക്ക് കേബേജ് പറ്റാത്ത ഒരാളാണെങ്കിൽ പോലും ഈ ഒരു സംഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇത്രയുള്ളായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീണ്ടും നമ്മുടെ ചാനൽ കാണാനും വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്താം കേട്ടോ. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ഇതുണ്ടാക്കി നോക്കിയിട്ടുള്ള ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.